സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള മാജിക് സുലൈമാനിയും ടീയുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട്. വൈറലായിട്ടുള്ള സുലൈമാനി നമുക്ക് ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. റെസിപ്പിയിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായ മാജിക് സുലൈമാനിയും മാജിക് ചായയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിന് മതി കേട്ടോ. നമ്മൾ സാധാരണ ചായയ്ക്ക് ഉണ്ടാക്കുന്ന ചായ എടുക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മാജിക് സുലൈമാനിയാണ് കേട്ടോ. മാജിക് സുലൈമാനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏത് പാത്രമാണോ നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുക ആ പാത്രം വെക്കുക. അതിനുശേഷം തീ കത്തിച്ച ശേഷം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് 1 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. വെള്ളം ചെറുതായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി വരും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2.25 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ പഞ്ചസാര ആയാലും കുഴപ്പമില്ല കേട്ടോ, കാരണം പഞ്ചസാരയാണ് ഇതിൻ്റെ മാജിക് റെഡിയാക്കുന്ന മെയിൻ സംഭവം. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര 3 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 3 സ്പൂൺ തന്നെ ചേർത്താൽ മതി. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 1 സ്പൂൺ എടുത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഇത് പകർന്നു വയ്ക്കാം. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ചെറുതായി ചൂടായി വരട്ടെ. വെള്ളം ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഏത് തേയില വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ തേയിലയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ നല്ല ചായയുടെ കളറും മണവും എല്ലാം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു കപ്പിലേക്ക് അരിച്ചെടുത്ത് നമ്മൾ ഇനി ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇത് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള ഒരു കട്ടൻ ചായയാണിത്. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ മാജിക് സുലൈമാനി ഉണ്ടാക്കാനായിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മാജിക് സുലൈമാനി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കുന്ന വെള്ളത്തിന് മുകളിലേക്ക് ഈ കട്ടി ചായ ഒഴിച്ചു കൊടുക്കുമ്പോൾ പതിയെ സ്പൂൺ കൊണ്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒറ്റയടിക്ക് കുത്തി ഒഴിച്ച് നമ്മൾ കപ്പ് കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു സ്പൂൺ എടുത്ത് ഓരോരോ ഡ്രോപ്പ് വീതം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ മുകളിൽ ആ കട്ടൻ ചായ വേറെയായിട്ട് വെള്ളം വേറെയായിട്ട് അങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതായത് കണ്ടല്ലോ, നല്ല സ്റ്റൈലായിട്ട് വെള്ളം വേറെ ചായ വേറെയായിട്ട് ഇരിക്കുന്ന കണ്ടല്ലോ. ഇത് തന്നെയാണ് മാജിക് സുലൈമാനിയുടെ ട്രിക്ക്. അപ്പോൾ നമ്മുടെ മാജിക് സുലൈമാനി റെഡി ആയി കഴിഞ്ഞു. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. താഴെ വെള്ളം, മുകളിൽ ചായയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇളക്കി കഴിക്കാം കേട്ടോ. അതിനു മുമ്പ് നമുക്കിനി ഒരു ചായയും കൂടെ ഉണ്ടാക്കി നോക്കാനുണ്ട്. അടുത്ത ചായ എന്ന് പറയുന്നത് നമ്മുടെ പാൽ ചായയാണ്. അപ്പോൾ മാജിക് ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മാജിക് പാൽ ചായ, മാജിക് ടീ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു പാത്രം സ്റ്റൗവിൽ വെക്കുക. അതിന് തീ കത്തിച്ച ശേഷം നമുക്ക് 1/2 ഗ്ലാസ് പാലെടുക്കാം കേട്ടോ. ഏതാണോ നമുക്ക് താഴെ നിൽക്കേണ്ടത് അത് വേണം നമ്മൾ ആദ്യം തിളപ്പിക്കാനായിട്ട്. അപ്പം പാലാണ് നമ്മൾ ഏറ്റവും ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. 1/2 ഗ്ലാസ് പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. 1/2 ഗ്ലാസ് പാലുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു ഏലക്ക ഒന്ന് ഇടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ പാല് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഏലക്ക ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്ക വേണമെങ്കിൽ അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ.
ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം വെച്ച് കട്ടൻ ചായ റെഡിയാക്കി എടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 3 സ്പൂൺ പൊടി കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അത് അരിച്ചെടുക്കാം. ഇപ്പോൾ മാജിക് സുലൈമാനി ആണെങ്കിലും മാജിക് ടീ ആണെങ്കിലും തയ്യാറാക്കുമ്പോൾ രണ്ടാമത് നമ്മൾ എന്താണോ തയ്യാറാക്കുന്നത് അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണോ താഴെ നമ്മൾ ഏത് ഗ്ലാസ്സിൽ ഏറ്റവും താഴെ ഏതാണോ ചേർക്കുന്നത് അതിലാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ മാജിക്കും. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ 2 തട്ടായിട്ട് നിൽക്കുക, ലെയേർഡായിട്ട് നിൽക്കാനായിട്ടുള്ള കാരണം തന്നെ അതുകൊണ്ടാണ്, പഞ്ചസാരയുടെ ആ ഒരു മാജിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണോ നമ്മൾ താഴെ ചേർക്കുന്നത് അതിൽ മാത്രമാണ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ പഞ്ചസാരയിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള കട്ടൻ ചായ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം. സ്പൂണിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി കുത്തി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ലെയേർഡ് ആയിട്ടുള്ള ഒരു ചായ നമുക്ക് കിട്ടിയില്ലേ. മാജിക് ടീ ആണിത്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഏലക്ക വേണം എന്നുള്ളവർക്ക് ഫ്ലേവറിന് ഏലക്ക അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ല സ്റ്റൈലായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വീഡിയോസും കൂടെ എടുക്കാം. എന്തായാലും ഈ ഒരു പുല്ലിൻ്റെ സ്ഥലം നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഗ്രീനിൽ നമുക്ക് ഈ ചായ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം. റെഡിയായി കഴിഞ്ഞു നമ്മുടെ മാജിക് സുലൈമാനി മാജിക് ടീ. ഇനി ഇത് കുടിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇളക്കിയിട്ട് കുടിക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കഴിയുമ്പോൾ മധുരവും ഇതെല്ലാം മിക്സായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ മാജിക് സുലൈമാനിയും മാജിക് ചായയും ഉണ്ടാക്കാനായിട്ട് മറക്കണ്ട. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാനും മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ കട്ടൻ ചായയ്ക്കും ഈ ചായയ്ക്കും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കുറച്ച് മധുരവും കടുപ്പവും കൂടുതലാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ചായ ചെയ്തതുപോലെ തന്നെ നമുക്ക് കാപ്പി വെച്ച് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കട്ടൻ കാപ്പി ഉണ്ടാക്കാം, അതുപോലെ തന്നെ മാജിക് കോഫിയും ഉണ്ടാക്കാം. കുറച്ച് മധുരവും കടുപ്പവും കൂടിയ മാജിക് സുലൈമാനിയും ചായയും എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ മറക്കണ്ട, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എല്ലാ ദിവസവും പുതിയ വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. നാളത്തെ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.